ആ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്തി രാധാറാണി, ശ്രീമതി രാധാറാണി, ഗോപികള്, ഗോപങ്ങള്, പിന്നെ വൃന്ദാവനവാസികൾക്ക് അവർക്കെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ ഉത്തമമായിട്ടുള്ള ഭക്തി രാധാറാണിയായിരുന്നു. അപ്പോൾ രാധാറാണിയുടെ ഭാവം എടുത്തുകൊണ്ട് ഭഗവാൻ ഭക്തിരസം ഭഗവാൻ തന്നെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചൈതന്യ മഹാപ്രഭു. ഇപ്പൊ കഴിക്കണമെങ്കിൽ ആ മൂഡിലാണ് ഞാൻ കണ്ടിപ്പോ. വനഭോജനം ഭഗവാന് ചെയ്തില്ലേ വൃന്ദാവനത്തില്, ഗോപന്മാരുടെ കൂടെ പശുവൊക്കെ മേയിച്ച്, പിന്നെ കഴിഞ്ഞിട്ട് ലഞ്ച് ടൈം എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ ഒരു ലീലയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എനിക്കിപ്പോ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എനിച്ചു രഘുനാഥ് ദാസ് ഇത്ര വലിയ സന്തോഷം, ഇങ്ങനെയൊക്കെ ഒരു തണ്ടനയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ചെയ്യാതല്ല, വലിയ സന്തോഷമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഒക്കെ വിളിച്ചു, ഡാ ഇതെടുത്തോണ്ട് വാ, അവല്, തൈര്, പാല്, ഈ പഴം, ചക്ക, മാമ്പഴം, അത് ഇത് എല്ലാം ഓർഡർ ചെയ്തു. വലിയ വലിയ പാനയും വലിയ വലിയ ചെട്ടിപ്പാനയില് ഇതെല്ലാം എടുത്തോണ്ട് വന്നു. ഒരു 10 നിമിഷത്തിലെല്ലാം എടുത്തോണ്ട് വന്നു. വലിയ ജമീന്ദാരല്ലേ, എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ വലിയൊരു ടെമ്പററി കിച്ചൺ സെറ്റപ്പ് ചെയ്ത് അവിടെ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് ഭഗവാന് വേണ്ടിയിട്ട് നിത്യാനന്ദ പ്രഭുവിന് വേണ്ടി എടുത്തോണ്ട് വന്നു. വലിയ വലിയ ചെട്ടിപ്പാനയില് നിത്യാനന്ദ പ്രഭു അത് കണ്ടിട്ട് വലിയ സന്തോഷത്തില് ഇതാ കഴിച്ചു. മറ്റു ഭക്തന്മാരിനൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. നിത്യാനന്ദ പ്രഭു കഴിച്ചു എന്ന് പറഞ്ഞാൽ രഘുനാഥ് ദാസ് ഗോസ്വാമി ഇത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മഹാപ്രസാദം, മഹാപ്രസാദം എന്ന് പറഞ്ഞ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. ന്യൂസ് എല്ലാവർക്കും കിട്ടി. ആ ഗ്രാമത്തിലും മറ്റേ ഗ്രാമത്തിലും എല്ലാവരും ഓടിക്കൊണ്ട് വന്നു. ഇവിടെ രഘുനാഥ് ദാസ് എല്ലാവർക്കും പ്രസാദം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രസാദമാണ് ചീടാദഹി എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വന്നു. ഗംഗ നദി, ഇവിടെ സ്ഥലമില്ലാതെ അത്ര പേര് വന്നിട്ട് എല്ലാവരും കയ്യിലും ഓരോരുത്തർ വരുന്ന പേർക്ക് 2 കയ്യിലും ഈ ചെട്ടിപ്പാനെ കൊടുത്ത് അവർക്ക് കഴിക്കാൻ പറഞ്ഞു. ഫ്രീ. ചില ആൾക്കാരൊക്കെ അവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു. അതെല്ലാം കാശ് കൊടുത്ത് മേടിച്ചു. ഈ ചട്ടിപ്പാനെ കയ്യിൽ കൊടുത്തു. ബിസിനസ് ഒന്നും ചെയ്യേണ്ടതല്ല, എത്ര നിങ്ങൾക്ക് കിട്ടുമോ അതിൽ ഞാൻ ഡബിൾ തരാം, എന്താ എടുത്തോളൂ കാശ്, അതെല്ലാം കൊണ്ട് ഞാൻ മേടിക്കാന്ന് പറഞ്ഞു. അതെല്ലാം മേടിച്ചു. കയ്യിൽ 2 ചെട്ടിപ്പാന കൊടുത്തു. ചീടാ ദഹി, ഒന്ന് സ്വീറ്റ്, ഒന്ന് തൈരിൻ്റെ ഡിഷ്, ഇങ്ങനെ കൊടുത്തു. എല്ലാവരും അവിടെ കഴിക്കാൻ തുടങ്ങി. ചില പേർക്ക് സ്ഥലമില്ലാതെ ഗംഗ നദിയിനകത്ത് പോയി ഇതുവരെ വെള്ളത്തിൽ നിന്നിട്ട് കഴിക്കാൻ തുടങ്ങി. എല്ലാവരും ഫുൾ ആൾക്കാരായിരുന്നു. മഹാപ്രസാദം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് നിത്യാനന്ദ പ്രഭു വന്ന് ഹരി ഹരി എന്ന് പറഞ്ഞു. എല്ലാരും പറയൂ, ഹരി ഹരി നിത്തായ് ഗുരുപ്രമാനന്ദേ. ഇങ്ങനെ എല്ലാവരും ആൾക്കാരവിടെ ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് ആ പ്രസാദം കഴിക്കാൻ തുടങ്ങി. ചീടാദഹി പ്രസാദം. ഇപ്പോഴും അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ആരാട്ടമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളും ഇങ്ങനെ ഹരി ഹരി പറഞ്ഞിട്ട് ആ പ്രസാദം കഴിക്കും. ആർക്കെല്ലാം പ്രസാദം ആവശ്യമാണ്? മഹാപ്രസാദം നിത്തായ് ഗൗരപ്രേമാനന്ദേ. ഈ പ്രസാദം കഴിച്ചാൽ നിങ്ങൾ നേരെ ഭഗവാനുടെ ഭക്തി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ വൈകുണ്ഠ പ്രാപ്തി ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഇത് കഴിച്ചു എല്ലാവരും. പിന്നെ നിത്യാനന്ദ പ്രഭുവിന് വലിയ സന്തോഷമായി. രഘുനാഥ് ദാസ് ഗോസ്വാമി ഇത്ര വേഗം ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സ് തോന്നി, ഇദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിടെ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ആര്? നിത്യാനന്ദ പ്രഭു. ചൈതന്യ മഹാപ്രഭു വിളിച്ചെടുത്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്ഥലത്തിന് ചൈതന്യ മഹാപ്രഭുവിടെ പ്രകടമായി. പിന്നെ ചൈതന്യ മഹാപ്രഭു ആ കൂട്ടത്തിനകത്ത് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഓരോരുത്തർ കയ്യിൽ വെച്ചിരിക്കുന്ന ചട്ടിപ്പാനയിൽ നിന്ന് ആ ചീടാദഹി പ്രസാദം എടുത്ത് ചൈതന്യ മഹാപ്രഭു വായിൽ ഊട്ടി. ആര്? നിത്യാനന്ദ പ്രഭു ചെയ്തു. ചൈതന്യ മഹാപ്രഭു കഴിച്ച് വലിയ സന്തോഷത്തിന് എങ്ങനെ നിത്യം. ഇത് ചിലവർക്ക് കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ സാധിച്ചില്ല. ശുദ്ധഭക്തന്മാർക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനെ നിത്യാനന്ദ പ്രഭു ഏതോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാണുന്നില്ല. പക്ഷെ ആരാണ് അവിടെ നിൽക്കുന്നതെന്ന് അവർക്ക് കാണാൻ സാധിച്ചു. ചൈതന്യ മഹാപ്രഭു എല്ലാവർക്കും പ്രകടമായില്ല.
പക്ഷേ അങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് ഭക്തന്മാര് സന്തോഷമായിട്ട് പ്രസാദം എല്ലാവരും കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് ചൈതന്യ മഹാപ്രഭു കൂടി നിത്യാനന്ദ പ്രഭുവും ആ വലിയ വൃക്ഷത്തിന്റെ താഴെ ഇരുന്നു. ചൈതന്യ മഹാപ്രഭുവിനും 2 ചട്ടിപ്പാന കൊടുത്ത് ഈ പ്രസാദം ചൈതന്യ മഹാപ്രഭു കഴിക്കാൻ തുടങ്ങി. നിത്തായ ഗൗരപ്രേമാനന്ദേ എല്ലാരും കഴിച്ചുകൊണ്ടിരുന്നു. ഹരി ഹരി എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിലുള്ള ഭാവം വനഭോജനം ലീല ചെയ്ത പോലുള്ള ഭാവമായിരുന്നു. ഇത് കഴിച്ചു. നടുക്ക് അവിടെ ഇരിക്കുന്ന ഒരു ഗൃഹസ്ഥൻ രാഘവ പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. കുറെ നേരമായി, ലഞ്ച് ടൈം കഴിഞ്ഞു. ലഞ്ച് എന്റെ വീട്ടിലല്ലേ കഴിക്കേണ്ടത്, ഇവിടെ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ചോദിച്ചു. ആര്? നിത്യാനന്ദ പ്രഭു. ഞാൻ അവിടെ വലിയ പ്രിപ്പറേഷൻ, ഒരു 108 പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. അപ്പോ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് അത് കഴിക്കും എന്ന് പറഞ്ഞു. കഴിക്കുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെയും വരുന്നു. ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമി കണ്ടു. പിന്നെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ഈ ഉത്സവം കഴിഞ്ഞിട്ട് എല്ലാവരും മഹാപ്രസാദം കഴിഞ്ഞിട്ട് സദ്യ കഴിഞ്ഞിട്ട് എല്ലാവരുടെ കൂടെ രാഘവ പണ്ഡിറ്റിന്റെ വീട്ടിൽ പോയി. രാഘവ പണ്ഡിറ്റിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെയും വീണ്ടും കീർത്തന ഭജനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പ്രസാദം കഴിച്ചു. അവിടെയും ഭഗവാൻ നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും ആ സ്ഥലത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം നിത്യാനന്ദ പ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിനെ കൊടുത്തു. എങ്ങനെയെന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു കണ്ടു രഘുനാഥ് ദാസ് ഗോസ്വാമി. ചൈതന്യ മഹാപ്രഭു മുമ്പ് തന്നെ അറിയും. പല പ്രാവശ്യം ഈ രഘുനാഥ് ദാസ് ഗോസ്വാമി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് പ്രയത്നം ചെയ്തിട്ടുണ്ട്. മുമ്പ് എന്നെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്ത് അവിടെ ചോദിച്ചു, ഞാൻ കുടുംബം എല്ലാം ഒന്ന് ത്യജിച്ച് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് സേവ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യ മഹാപ്രഭു അങ്ങനെ ഒന്നും മർക്കട വൈരാഗ്യന കൊരിബേ ലോകദേഖാന, മർക്കട വൈരാഗ്യം അങ്ങനെ ചെയ്യണ്ട. കുടുംബത്തെ ഒരു ഭാര്യ കുട്ടികളൊക്കെ ത്യജിക്കാൻ ആവശ്യമില്ല. വീട്ടിലെ തന്നെ ഹരിനാമ സങ്കീർത്തനം ചെയ്തിട്ട് കൃഷ്ണനെ പൂജ ചെയ്തിട്ട് നമുക്ക് കൃഷ്ണ കോൺഷ്യസ്നെസ്, കൃഷ്ണാവബോധം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സന്യാസം മേടിക്കണ്ട, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു. വീട്ടിൽ തിരിച്ചു പോകും. അപ്പൊ അത് രഘുനാഥ് ദാസു അത് വലിയ ഇഷ്ടമായിരുന്നില്ല. ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി, ഈ ജോലിക്ക് പോകേണ്ടത്, പിന്നെ വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ, ഓരോന്നും പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്, ഈ ഗൃഹസ്ഥ ജീവിതം തന്നെ ത്യാഗം ചെയ്തിട്ട് ഞാൻ ഒരു സന്യാസി പോലെ സന്യാസിന്റെ കൂടെ പോയാൽ മതിയല്ലോ വിചാരിച്ച രഘുനാഥ് ദാസാണ്. രഘുനാഥ് ദാസിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചൈതന്യ ചരിതാമൃതാല പറഞ്ഞിരിക്കുന്നു. രഘുനാഥ് ദാസ് വലിയ ബുദ്ധിശാലിയാണ്. അദ്ദേഹം വെറുതെ ഒരു ഭക്തന് മാത്രമല്ല, സാധാരണ നമ്മുടെ സോഷ്യലായിട്ടുള്ള സിറ്റുവേഷനിൽ ഭക്തൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നും സാധിച്ചില്ല, അപ്പൊ ഭക്തനായി. അയാള് സമ്പാദിക്കാൻ സാധിച്ചില്ല, ജോലിയില്ല, ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഹരേ കൃഷ്ണന് ചേർന്നു, തിലക്കം ഇട്ടു, തുളസിമാല ഇട്ടു, ഹരിനാമം പറഞ്ഞു, ഈ ഭക്തനാ, യൂസ്ലെസ് ആ. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു വിധമായിട്ടുള്ള കാര്യം സഫലമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല, അപ്പോൾ അയാള് ഭക്തനായി. അങ്ങനെയാണ് വിചാരം. പക്ഷെ ഇവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമിന് ഇന്ദ്രന് പോലെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതെല്ലാം ത്യജിച്ചു. എന്തിനാ? അയാളുടെ വലിയ ബുദ്ധിശാലി അല്ല, ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണമായിട്ട് ഒരു ചെറിയ ഇത് നടന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന ചൈതന്യ ചരിതാമൃതാല്. രഘുനാഥ് ദാസ് ഗോസ്വാമി ആരാണെന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട് വലിയ ജമീന്ദാർ, വീട്ടിലെ പല പേര് വന്നുകൊണ്ടിരിക്കും, പോവും. അതെല്ലാം ഇദ്ദേഹം മാനേജ് ചെയ്യും അച്ഛൻ്റെ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം ഒരു മുസൽമാൻ, ഒരു മുല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ടാണ്. അവരെല്ലാം ബിസിനസ് ഹൗസാണ്. അദ്ദേഹം വീട്ടിൽ വന്നു. ആരുടെ കൂടെ? പോലീസിന്റെ കൂടെ, മഹാരാജാവുടെ കളക്ടറിന്റെ കൂടെ വന്നു.
ആര് അച്ഛനെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. എന്താ കുഴപ്പമെന്ന് ചിന്ത, അയാള് കളക്ടറാ. ആര്? രഘുനാഥദാസ് ഗോസ്വാമിയുടെ അച്ഛൻ ഗോവർദ്ധന മസൂംദാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വലിയ കളക്ടറായിരുന്നു രാജാവിനെ വേണ്ടിയിട്ട്. പക്ഷെ കളക്ഷനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ നിന്ന് ചെറിയ പെർസെൻറ്റേജ് കയ്യിൽ വെക്കും, പിന്നെ മറ്റേത് അങ്ങോട്ട് കൊടുക്കും. കളക്ഷൻ ചെയ്യുന്നപ്പോൾ അങ്ങനെ ചെയ്യും, അത് ഓക്കെയാണ്, ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടി വെച്ചുകൊണ്ട് മറ്റേത് ഇവിടെ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഗോവർദ്ധന മസൂംദാർ അതിനേക്കാളും കൂടുതൽ ഒരു 2-3% എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ആള് കറിയും. അപ്പൊ അദ്ദേഹത്തിന് പലവിധമായിട്ടുള്ള സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോഴും അയാൾ കളക്ടറായി, അയാൾ ഇങ്ങനെ ചെയ്തിട്ട് കാശുണ്ടാക്കുന്ന പറഞ്ഞ് എനിക്ക് അറിയാം. ഞാനത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. എനിക്ക് മാത്രം കൊടുക്കാതെ പാക്കറ്റിൽ വെച്ചിരിക്കുന്നു. അതായത് കൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യണമായിരുന്നു, കംപ്ലൈൻറ്റ് ചെയ്യും. വീട്ടിൽ വന്നു എവിടെ നിന്ന് ചോദിച്ചപ്പോൾ, പക്ഷേ ഗോവർദ്ധന മസൂംദാറിന് ഇതിന് നടക്കുന്ന മുമ്പ് തന്നെ അറിഞ്ഞു, അദ്ദേഹത്തിന് കോൺടാക്ട്സ് ഉണ്ട്, ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞു. അയാൾ പോയി ഇവിടെ. അപ്പൊ ഇവിടെ വന്നിട്ട് വീട്ടില് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് രഘുനാഥദാസ് അറസ്റ്റ് ചെയ്തു. മകനെ എടുത്തോണ്ട് പോകും, അച്ഛന് വരും. മകനെ അറസ്റ്റ് ചെയ്തു, രഘുനാഥദാസ് കൂട്ടിക്കൊണ്ട് പോയി ജയിലിലിട്ടു. അപ്പൊ രഘുനാഥദാസ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ബുദ്ധിശാലിയാണ്. അപ്പോ ആ മുല്ല വീണ്ടും വന്നിട്ട് രഘുനാഥദാസ കണ്ട, അച്ഛൻ എവിടെയാണെന്ന് പറയാം, അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ നിന്നെ റിലീസ് ചെയ്യാം. അച്ഛനെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. അപ്പോ ഈ രഘുനാഥദാസ് അദ്ദേഹത്തിനെ കണ്ടിട്ട് ചെറിയ ചിരിപ്പോട് സംസാരിച്ചു. അതെ, ഞാനൊരു ചെറിയ കുട്ടിയാണ്, ഗോവർദ്ധൻ മസൂംദാറാണ് നിങ്ങൾക്ക് ആവശ്യം, ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. നമ്മുടെ ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരു വിധമായിട്ടുള്ള ഒരു സംബന്ധമൊക്കെ ഉണ്ട് നമുക്ക്. എനിക്ക് നിങ്ങളൊരു അച്ഛനെ പോലെയാണ്, അച്ഛനും നിങ്ങളും വലിയ സുഹൃത്തുക്കളാണ്. അപ്പോ എനിക്ക് നീ അച്ഛനെ പോലെയാണ് അല്ലേ? അങ്ങനെ ചോദിച്ചപ്പോ രഘുനാഥദാസ് കാണാൻ വലിയ സ്വീറ്റ് ആയിരിക്കും അയാളുടെ മോഹൻ, സുന്ദരമായിരിക്കും. അപ്പോ ഇയാളെ കണ്ടിട്ട് ആ മുല്ല, കറക്റ്റാണ് നീ പറയുന്നത്, എനിക്ക് നിന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നതാണ്. നിന്റെ ഇത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഒരു അച്ഛന് ഒരു പുത്രനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാനെന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ പതുക്കെ 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 അദ്ദേഹത്തിന് വളരെ സെന്റിമെന്റലായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ കരയാൻ തുടങ്ങി. ആ മുല്ല കരഞ്ഞ് അയാളുടെ കണ്ണീരൊക്കെ അയാളുടെ ദാടിയിൽ നിന്നുമൊക്കെ വീഴുന്ന താഴെ വീഴുന്നു. പിന്നെ അദ്ദേഹം രഘുനാഥ് ആലിംഗനം ചെയ്തു. നീ പറഞ്ഞത് എല്ലാം കറക്റ്റാ, പക്ഷെ നിന്റെ അച്ഛനൊക്കെ മനസ്സിലാകുന്നില്ലല്ലോ. നിനക്ക് അച്ഛൻ എനിക്കിരിക്കുന്ന പോലെ ബുദ്ധി നിന്റെ അച്ഛനക്കില്ലല്ലോ. എനിക്ക് ഒരു ചെറിയ കമ്മീഷൻ തന്നിരുന്നെങ്കിൽ ഇതിൽ നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോ ഒരു ബുദ്ധി പറയും നിന്റെ അച്ഛനുണ്ട്. അപ്പൊ രഘുനാഥ് പറഞ്ഞു, എന്നെ ഇവിടുന്ന് റിലീസ് ചെയ്യൂ, ഞാൻ നിനക്ക് ആവശ്യപ്പെട്ടത് എല്ലാം ചെയ്തു തരാം. ഇവിടെ ഇരുന്നെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കൺവിൻസ് ചെയ്ത് പുറത്തു വന്നു രഘുനാഥദാസ്. പുറത്ത് വന്നിട്ട് അച്ഛനെ വിളിച്ച് അച്ഛനെ കോൺടാക്ട് ചെയ്ത് അതിന് എന്തെങ്കിലും കാശ് കൊടുത്താൽ മതി, എല്ലാം ശരിയാവും അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. കാശ് കിട്ടി, എല്ലാം സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ രഘുനാഥദാസ് ഗോസ്വാമിന് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വളരെ നന്നായിട്ട് ചെയ്യും. അപ്പോ അങ്ങനെയായിരുന്നു വ്യക്തി. പക്ഷെ അതെല്ലാം ത്യജിച്ച് എനിക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഉദ്ദേശമായിരുന്നു. ആ രഘുനാഥദാസ് ഗോസ്വാമിന് ഇന്ന് അനുഗ്രഹം കിട്ടി. പല പ്രാവശ്യം അദ്ദേഹം ചെന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഒരു പ്രാവശ്യം കാണുന്നപ്പോൾ ചൈതന്യ മഹാപ്രഭു തിരിച്ചു പോകുന്നു പറഞ്ഞു, നിന്റെ ഗൃഹസ്ഥ കർത്തവ്യങ്ങളെല്ലാം നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരണ്ട. അപ്പൊ കിട്ടില്ല, അയാളുടെ ആശ്രയം കിട്ടില്ല. ഇപ്പൊ നിത്യാനന്ദ പ്രഭു രഘുനാഥദാസ് ഗോസ്വാമിയുടെ ഉദ്ദേശമാണ് എല്ലാം ത്യജിച്ചുകൊണ്ട് അത് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ പോയി സന്യാസി ആകണം എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്ദേശമാണ്. അതൊക്കെ മനസ്സിലാക്കി
നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന് വീണ്ടും അയാൾ വിളിച്ച് വലിയ സന്തോഷമാണ് നീ ഈ സത്യ ചീടാതകി മഹോത്സവം ഒക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുകളിൽ വീണ്ടും പാദം ശിരസ് തലയിൽ വെച്ചു. നീ വിചാരിക്കുന്നത് എല്ലാം നടക്കും, നിനക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ആശ്രയം കിട്ടുമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആശീർവാദം കിട്ടും. അവിടെ ഇരിക്കുന്ന ഭക്തന്മാർക്കെല്ലാം വലിയ സന്തോഷമായി. അവരെല്ലാരും നിതായ് ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ആശീർവാദം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഹരിബോൽ ഹരിബോൽ എന്ന് പറഞ്ഞു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആശീർവാദം കിട്ടി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നിത്യാനന്ദ പ്രഭു എല്ലാവർക്കും ദക്ഷിണൊക്കെ കൊടുത്തു. പിന്നെ വീട്ടിലെ സന്തോഷമായിട്ട് ശുഭമായി 2-3 ദിവസത്തില് അദ്ദേഹത്തിന്റെ ഗുരു അച്യുതാനന്ദ സ്വാമി വന്ന് വീട്ടിലെ പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അദ്ദേഹത്തിന് വീട്ടിൽ കൂട്ടിക്കൊണ്ട് എത്താൻ വേണ്ടിയിട്ട് ഉള്ള സഹായം ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൂടെ പോയി. നോക്കിയ ബോഡി ഗാർഡ് ആരും ഇല്ല, സെക്യൂരിറ്റി ആരും ഇല്ല, ഞാൻ തനിച്ച് വന്നിരിക്കുന്നു, ഇതായിരിക്കും സമയം, എനിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ കാട്ടിനകത്ത് നടന്നു പോയി. ആരും പിറകെ വരുന്നില്ല, ഒരു വിധമായിട്ടുള്ള ആൾക്കാരെ സെക്യൂരിറ്റി ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ അറേഞ്ച്മെന്റ് ആയിരിക്കും, എനിക്ക് ഇതാണ് സമയം എന്ന് പറഞ്ഞിട്ട് വേഗം നടന്ന് അവിടെ നിന്ന് നടന്ന് പൂരി ജഗന്നാഥ പൂരി വരെ പോയി. 12 ദിവസം നടന്നുപോയി, ഒന്നും കഴിക്കാതെ. അവിടെ എന്തെങ്കിലും ഗോശാല കുറച്ച് പാല് കഴിച്ചു, ഒന്നും കഴിക്കാതെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജപിച്ചുകൊണ്ട് നൃത്യമാടിക്കൊണ്ട് സന്തോഷത്തിൽ പോയി. ആരും ഒന്നും ചെയ്തില്ല, ഒരു വിധമായിട്ട് ഒരു പോലീസോ സെക്യൂരിറ്റി ആരും വന്നില്ല. ഭഗവാൻ വിചാരിച്ചെങ്കിൽ നിങ്ങളുടെ മാർഗം വളരെ സുലഭമാവും. അവിടെ ചെന്നിട്ട് എത്തി, ചൈതന്യ മഹാപ്രഭുവിടെ ശരണത്തിൽ വന്നു. അപ്പോഴൊന്ന് തുടങ്ങി രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ കഠിനമായിട്ടുള്ള സാധന ജഗന്നാഥ് പൂരിയില്. അപ്പോ ഈ ഉത്സവത്തില് രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് ഇങ്ങനെ ഭഗവാനുടെ കൃപ കിട്ടി. അതേപോലെ ഓരോരോ ഭക്തനുക്കും നിത്യാനന്ദ പ്രഭു വിചാരിച്ച ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപയും നമുക്ക് കിട്ടും. ഈ ലീല നിത്യാനന്ദ പ്രഭുവിന്റെ ലീലയാണ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ചേർന്നിട്ട് അവതരിക്കുന്നതാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ദയ ഇല്ലാതെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ദയ കിട്ടൂല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവിടെ പല പ്രാവശ്യം അദ്ദേഹം ട്രൈ ചെയ്തു, ചൈതന്യ മഹാപ്രഭുവിന്റെ ശരണം കിട്ടാതെ പോയി. തിരിച്ചു വന്ന് നിത്യാനന്ദ പ്രഭുവിന്റെ സ്പെഷ്യൽ അനുഗ്രഹം കിട്ടിയപ്പോ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു. ചെന്നിട്ട് ചൈതന്യ മഹാപ്രഭു കണ്ടു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇത് ഭഗവാൻ കൃഷ്ണന്റെ ദയാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇങ്ങനെ പോലെ ഒരു പരിസ്ഥിതി നിങ്ങളുടെ ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ആശീർവാദം കിട്ടിയിരിക്കുന്നു നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചു. പിന്നെ അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് ഒരു ശരണം കൊടുത്തു. ജഗന്നാഥ് പൂരിയിൽ രഘുനാഥ് ദാസ് ഗോസ്വാമി സന്യാസിയായിട്ട് ജീവിച്ചു. അദ്ദേഹം പല ഗ്രന്ഥങ്ങളൊക്കെ എഴുതി. അദ്ദേഹം ശ്യാമക്കുണ്ട് രാധാകുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധന പരിക്രമ ചെയ്യുന്നപ്പോൾ ആ സ്ഥലം നമ്മൾ കാണാൻ പറ്റും. എത്ര പേര് രാധാകുണ്ട് ശ്യാമക്കുണ്ട് ചെന്നിട്ട് കണ്ടിട്ടുണ്ട്? വൃന്ദാവനത്തില് ആ സ്ഥലത്തില് സ്ഥിരമിരുന്ന് കഠിനമായിട്ട് ഘോരമായിട്ടുള്ള തപസ്യം ചെയ്തു, ഹരിനാമ സങ്കീർത്തനം ചെയ്ത് ഹരിനാമ ജപം ചെയ്തിട്ട് അവിടെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി ഭഗവാനുടെ സ്മരണത്തില് പല ഭക്തന്മാർക്ക് ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രേരണ കൊടുത്തു. രഘുനാഥ് ദാസ് ഗോസ്വാമി ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കാൻ നമുക്ക് പല ദിവസങ്ങളിൽ ചേർന്നിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടെ രാധാകൃഷ്ണയുടെ ലീലകള് ദർശനം ചെയ്തു. അത്ര തപസ്യം, അത്ര ശുദ്ധമായിട്ടുള്ള ഭക്തിയോഗം ചെയ്തു. ഇത്ര ശുദ്ധമായിട്ട് ചെയ്തു. രാധാറാണി തന്നെ അവിടെ വന്നിട്ട് അദ്ദേഹം വെയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, വേർപ്പ്. അപ്പൊ രാധാറാണി തന്നെ സാരി എടുത്ത് അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു കവർ വെയിലടിക്കാതെ അയാള് സർവീസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും
അത് കണ്ടു സനാതന ഗോസ്വാമി. അവിടെ കണ്ടിട്ട്, നിനക്കൊരു ചെറിയൊരു കുട്ടീരം കട്ടിട്ട് അവിടെ ചെയ്യാതെ, നിങ്ങള് രാധാറാണി നിങ്ങളെ സേവിക്കുന്ന പോലെ നിങ്ങള് ഒരു സേവ ചെയ്യുന്നല്ലേ, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടീരം കെട്ടാൻ പറഞ്ഞു. അവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമി ഇങ്ങനെ നടക്കുന്ന, രാധാറാണി എന്നെ വന്നിട്ട് വെയിലില്ലാതെ എനിക്ക് കൊടയായിട്ട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ചെയ്ത് തരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കുട്ടീരം അവിടെ കെട്ടിട്ടിരുന്നു. അദ്ദേഹം ചെയ്യുന്ന സർവീസ്, സേവ ഭഗവാൻ തന്നെ നോട്ടീസ് ചെയ്തു, രാധാറാണി തന്നെ നോട്ടീസ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ സേവ ചെയ്തു രാധാറാണി. അത് കാണാൻ സാധിക്കാതെ എനിക്കത് കാണണ്ടെന്ന് പറഞ്ഞത് സനാതന ഗോസ്വാമി പറഞ്ഞിട്ട് അദ്ദേഹം മാറി. ഇങ്ങനെ രഘുനാഥ് ഗോസ്വാമിയുടെ ഘോര തപസ്യനെ കുറിച്ച് പലതും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു ഫസ്റ്റ് അവിടെ എത്തിയ ഉടനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, വലിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് സ്വരൂപ് ദാമോദർ ഗോസ്വാമി അത് പറഞ്ഞു, ഇദ്ദേഹം ജമീന്ദാറിന്റെ മകനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അയാൾ കുറച്ച് ചെറിയ ഫെസിലിറ്റി കൂടുതൽ വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്റ് കൊടുത്തു. അത് രഘുനാഥ് ഗോസ്വാമിനെ മനസ്സിലായി. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു വലിയ പ്ലേറ്റ് ഫുള്ളായിട്ട് മഹാപ്രസാദം കഴിക്കാൻ കൊടുത്തു. അടുത്ത ദിവസവും കഴിച്ചു, മൂന്നാം ദിവസം കഴിച്ചു. 12 ദിവസം ഒന്നും കഴിക്കാതെ യാത്രയിൽ വന്നല്ലേ, അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് കൊടുത്തു മഹാപ്രസാദം. ചൈതന്യ മഹാപ്രഭു കഴിച്ചിട്ട് അതിന്റെ മഹാ കിട്ടി. ഒരു ദിവസം കഴിച്ചു, രണ്ടാമത്തെ ദിവസം കഴിച്ചു, മൂന്നാമത്തെ ദിവസവും കഴിച്ചു. 4ാമത്തെ ദിവസം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സിംഹദ്വാരം ജഗന്നാഥ് പുരി ക്ഷേത്രത്തിന് മുമ്പ് ഇരുന്നിട്ട് ഭിക്ഷ എന്ത് കിട്ടുന്നുണ്ടോ അത് മതി എനിക്ക്. ഞാനിവിടെ വന്നത് ഒരു വൈരാഗിയായിട്ട് ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനിവിടെ ഇരുന്നിട്ട് വലിയ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഞാനൊരു ജമീന്ദാരുടെ മകനാക്കി, ഇതൊക്കെ എനിക്ക് അവിടെ കിട്ടും. ഞാൻ വന്നത് ഭഗവാനുടെ ഭക്തി കിട്ടാൻ വേണ്ടിയാണ്. പ്യോർ ഭക്തി, ശുദ്ധ ഭക്തി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ നിശ്ചല ഭക്തിരസ്തു മുകുന്ദമാല സ്തോത്രത്തില് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് വലിയ ഫോക്കസോടെ വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്തസ്യ ബുദ്ധയോ അവ്യവസായിനം എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയില് പറയുന്നത്, ഭക്തന്മാര്, ശുദ്ധ ഭക്തന്മാര് ഏകേഹ കുരുനന്ദന ഫോക്കസ്ഡ് ആയിട്ട് ഭക്തി ചെയ്യും. രഘുനാഥ് ദാസ് ഗോസ്വാമിനെ അത് കാണാൻ പറ്റും. അദ്ദേഹം അവിടെ നിന്ന് കഴിച്ചു. പിന്നെ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇയാൾ എനിക്ക് കുറച്ച് എന്തെങ്കിലും തരും, അയാള് തരും, ഇയാള് തരും, ഇയാള് വരുന്ന ആൾ എനിക്ക് എന്തെങ്കിലും തരും വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു വേശ്യ പോലെയാണ്. എനിക്ക് ഇത് ആവശ്യമില്ല, എന്റെ ഭക്തി ഡിസ്റ്റർബ് ആവുന്നെന്ന് പറഞ്ഞിട്ട് മന്ദിരത്തിന്റെ ക്ഷേത്രത്തിന്റെ ബാക്കിലോട്ട് ചെന്നു. അവിടെ മഹാപ്രസാദമൊക്കെ വിൽക്കാതെ, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാതെ മഹാപ്രസാദം എല്ലാം അവിടെ കൊട്ടും. 4-5 ദിവസം കഴിഞ്ഞ അവിടെ ഈ പശുവും ആടെല്ലാം ഇരുന്നിട്ട് അത് ചവച്ചോണ്ടിരിക്കും. ആ സ്ഥലത്തിൽ ചെന്നു. അവിടുന്ന് കിട്ടുന്ന പ്രസാദം എല്ലാം എടുത്ത് വെള്ളത്തിലെ കുറിച്ച് കഴുകി, ആ ചാലയിൽ നിന്ന് ട്യൂബിൽ നിന്ന് വരുന്നതെല്ലാം എടുത്തു ഡിസ്റ്റിൽ ചെയ്തിട്ട് കയ്യിലെല്ലാം കെട്ടി അതെല്ലാം ഒരു ക്ലീൻ ചെയ്ത് അത് ഒരു ചിക്കി വെച്ച് വലിയ സ്വാദോടെ മഹാപ്രസാദം എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ട് ജീവിച്ചു. ചൈതന്യ മഹാപ്രഭു ഒന്ന് ചെന്നിട്ട് ചോദിച്ചു, എവിടെ നമ്മുടെ രഘുനാഥ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വരൂപ് ദാമോദർ പറഞ്ഞു കൊടുത്തു. ആദ്യം 3-4 ദിവസം ഇവിടെ കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പോയി. ഇവിടെ നിന്ന് എവിടെ പോയി? സിംഹദ്വാരത്തിലെ ഭിക്ഷ. അവിടെ നിന്നും പോയിപ്പോ ബാക്കിലോട്ട് ഇരുന്ന് ഇവിടെ ഇതാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു ചിരിച്ചു. വലിയ വൈരാഗ്യാണ്. ഞാൻ തന്നെ ചെന്നിട്ട് അദ്ദേഹത്തിനെ കാണണം. അവിടെ കാണാൻ പോയി. ചൈതന്യ മഹാപ്രഭു ആ ക്ഷേത്രത്തിന് ബാക്കിലോട്ട് ചെന്നിട്ട് കണ്ടു. അവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമി, ആ പശു, അവരെല്ലാം ആ ചവച്ചുകൊണ്ടിരിക്കുന്ന നടുക്ക് ഒരു മുക്കിലിരുന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ രാമ ഹരേ ഹരേ ജപിക്കുന്നു. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അവിടെ ആരും പോവില്ല. ഒരു വലിയ കുപ്പത്തൊട്ടി, ഒരു ഗാർബേജ് സ്ഥലമാണ്. അവിടെ ആരും പോവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് ഇവിടെ ഉണ്ടാവില്ല. മഹാപ്രസാദം ചുറ്റി എല്ലാം ഞാൻ അവിടെ ഇരുന്ന് കഴിക്കാം, പശുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേണ്ടത് കുറച്ച് കഴിക്കും, ഹരിനാമം ജപിക്കുക. അവിടെ ഭഗവാൻ ജഗന്നാഥന്റെ ദർശനം കഴിച്ചു. എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്?
അപ്പോ ചൈതന്യ മഹാപ്രഭു അവിടെ എത്തി. അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചു. നീ മാത്രം ഈ അമൃതമായിട്ടുള്ള പ്രസാദം എനിക്ക് കൊടുക്കാതെ കഴിക്കുന്നുണ്ട്, എനിക്കും കുറച്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് കഴിച്ചു. അപ്പൊ രഘുനാഥ ഗോസ്വാമി കൈ പിടിച്ചു. അച്ഛേ, ഇതൊക്കെ നിങ്ങൾക്കല്ല കഴിക്കേണ്ടത്, ഇത് എനിക്കാണ്. നിങ്ങൾ മാത്രം കഴിക്കുന്നില്ലേ ഈ അമൃതമായിട്ടുള്ള പ്രസാദം എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു അവിടെ നിന്ന് കഴിച്ചു. ഇങ്ങനെ വളരെ പ്രത്യേകമായിട്ടുള്ള കാരുണ്യം രഘുനാഥ് ദാസ് ഗോസ്വാമിനെ കാണിച്ചു. അപ്പൊ ഇന്ന് രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ദിവസമാണ്. ഇന്ന് നിത്യാനന്ദ പ്രഭു കാരുണ്യവാനായിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിനെ സ്പെഷ്യലായിട്ട് ആശീർവാദം ചെയ്തു. ഭഗവാനുടെ ശരണം നിനക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഉത്സവം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അതില് ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ്, എനിക്കും രഘുനാഥ് ദാസ് ഗോസ്വാമി മാതിരി എനിക്കും നിത്യാനന്ദ പ്രഭുവിന്റെ ആശീർവാദം കിട്ടി, എനിക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരണ്യം എനിക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചെയ്യുന്ന ദിവസമാണ്. ഇവിടെ വന്നിട്ട് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കും പ്രസാദം കഴിക്കുന്ന ആൾക്കാരും ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആശീർവാദം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് ഭഗവാൻ നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവിന്റെ ആശീർവാദം ആവശ്യമാണ്? നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. ഇതാണ് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞത്. ചൈതന്യ ചരിതാമൃതാല് ഇത് എഴുതിയിരിക്കുന്നു ഈ ലീല. ഞങ്ങളിപ്പോ ചൈതന്യ ചരിതാമൃത മലയാളത്തില് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. 9 വോള്യൂം സെറ്റാണ്. ഇന്ന് ആർക്കെങ്കിലും ചൈതന്യ ചരിതാമൃത സെറ്റ് ആവശ്യമെങ്കിൽ ഇന്ന് വലിയ ശുഭദിനമാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യവും ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉണ്ടാവും. ഇന്ന് സെറ്റ് എടുക്കാൻ പറ്റും. ഞാൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒപ്പിട്ടിട്ട് തരാം. എവിടെ നമ്മുടെ രഘുറാം. അപ്പോ ആർക്കെങ്കിലും സെറ്റ് ആവശ്യമെങ്കിൽ രഘുരാമ കണ്ടാൽ മതി. അദ്ദേഹം ഇപ്പൊ ആർക്കെങ്കിലും സെറ്റ് ആവശ്യമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. ചൈതന്യ മഹാപ്രഭുവിന്റെ ദിവ്യമായിട്ടുള്ള ലീലകളൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. വലിയ മനോഹരമായിട്ടുള്ള ലീലകള്. അത് നമുക്ക് വായിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. പിന്നെ ഭഗവാനുടെ ദിവ്യമായിട്ടുള്ള ലീലാസാഗരത്തിൽ നമുക്ക് മുങ്ങാൻ പറ്റും. निताय गौर प्रेमानंदे शिशि गौर निताय की पानीहाटी महोत्सव की गौर प्रेमानंदे. जय श्री कृष्ण चैतन्य।